Hello and welcome to a series of thoughts based on the topic Abhishekam Adalle Ellam, or in other words, anointing. Isn't that all that there is? ഇന്നത്തെ ചിന്തയിലേക്ക് സ്വാഗതം. ചില സീരീസുകളായി ചില എപ്പിസോഡുകളായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം അഭിഷേകം. അത് എങ്ങനെയാണ് അഭിഷേകം എന്നുള്ള വാക്ക് ഉപയോഗിക്കപ്പെട്ടത്, ബൈബിളിൽ എങ്ങനെയാണ് ആദ്യം അതിനെ ഉപയോഗിച്ചത്, എങ്ങനെയാണ് ഇപ്പോൾ അതിനെ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ആ വാക്ക് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. ഹൗ വാസ് ഇറ്റ് യൂസ്ഡ് ഇൻ ancient times, how it is used today, and how that word is supposed to be used according to according to the Bible. So for that, I'd like to take this further in a series of questions. ചില ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാകട്ടെ നമ്മുടെ ഡിസ്കഷൻ. ഒന്നാമത്തെ ചോദ്യം, where in the scriptures does the word anointing or anointed first occur? ബൈബിളിൽ എവിടെയാണ് അഭിഷേകം, അഭിഷക്തൻ എന്നിത്യാദി വാക്കുകൾ ആദ്യമായിട്ട് കാണുന്നത് എവിടെയാണ്? ഉൽപ്പത്തി പുസ്തകം 31 അധ്യായത്തിൻ്റെ 13 വാക്യത്തിൽ ദൈവം യാക്കോബിനെ ഓർപ്പിക്കുകയാണ്, നീ അഭിഷേകം ചെയ്ത അല്ലെങ്കിൽ നീ അനോയിൻറ്റ് ചെയ്ത തൂണായിട്ട് നിർത്തിയ കല്ല് ബഥേലിലുണ്ട്, നീ അവിടേക്ക് തിരിച്ചെത്തണം. In Genesis chapter 31 verse 13, we see God referring to the stone that Jacob left standing in Bethel as the anointed stone, and he asked Jacob to return to that place because that place is important. So from here we can learn one thing, that the stone was ordained in a sense. It was a special stone, or it had become special because of that anointing. Now what was poured on it or what was done to it, we do not know, but the stone had become important. Or in other words, anointing means becoming special, or it serves as memories of God's interaction with people. ഈ ഒന്നാമത്തെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്, നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ്: ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഓർപ്പിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്താൽ നിയോഗിതരായ അല്ലെങ്കിൽ നിയോഗിതമായ വസ്തു, വ്യക്തി, ഇതാണ് അഭിഷേകത്തിൽ കൂടെ നമ്മൾ പഠിക്കേണ്ട വിഷയം, അല്ലെങ്കിൽ നമ്മൾക്ക് പ്രാധാന്യത അർഹിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട വിഷയം അതാണ്. The second instance is in the book of Exodus, but I leave that to the next episode. Come prepared, please do your studies on that. ബൈബിളിൽ രണ്ടാമത് പുറപ്പാട് പുസ്തകത്തിലാണ് ഈ വാക്കുള്ളത്. എവിടെയാണെന്നുള്ളത് അടുത്ത ദിവസം പറയാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. God bless you all. Thank you.